നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ നൂറ്റൊന്നു വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മരക്കുടയുള്ള മൂവന്തി. നൂറ്റൊന്നു വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മരക്കുടയുള്ള മൂവന്തി. അലതുള്ളും പൂങ്കാറ്റിൽ നടനം പഠിക്കുന്നു മാനക്കലെ പറമ്പിലെ ചേമന്തി. മാനക്കലെ പറമ്പിലെ ചേമന്തി. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ. വെള്ളോട്ട് വളയിട്ട വെള്ളിലത്തളിരിന്മേൽ ഇളവേൽ ചന്ദനം ചാർത്തുന്നു. വെള്ളോട്ട് വളയിട്ട വെള്ളിലത്തളിരിന്മേൽ ഇളവേൽ ചന്ദനം ചാർത്തുന്നു. നിളയുടെ വിരിമാറിൽ തരള തരംഗങ്ങൾ കാസവണി മണിക്കച്ച ഞൊറിയുന്നു. കാസവണി മണിക്കച്ച ഞൊറിയുന്നു. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ വൈശാഖ പൗർണമിയോ. ധ്രുവമോളെ, എന്താ നമ്മളെപ്പോഴും പറയുന്ന പോലെ എല്ലാ പാട്ടുകളും വന്ന് ചുമ്മാ ഭയങ്കര ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിട്ട് ചില്ല് ചെയ്ത് പാടി പോകുന്ന ഒരാള്. ചലഞ്ച് റൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു കേട്ടോ. കുറച്ച് ഓക്കെ, ചോദിച്ചു നോക്കാം. ഓക്കെ, ഉണ്ണി സാർ. ധ്രുവ, എന്താ മനോഹരമായ വോയിസ്, വെരി എക്സ്പ്രസീവ്, ഭയങ്കര എക്സ്പ്രസീവ് ആയ വോയിസ്, വെരി സിൻസിയർ സിംഗിങ്. എനിക്ക് അതാണ് തോന്നിയത്. ആൻഡ് എന്തൊരു ഗാനമാണത്, രവീന്ദ്രൻ മാസ്റ്റർ അല്ലേ. ആൻഡ് ചിത്ര ചേച്ചി വോയിസ് ഇസ് ലൈക്ക് ജസ്റ്റ് ബട്ടർ, സോ നൈസ്.
നന്നായി പാടി മോള്, നന്നായി, എല്ലാം ഭയങ്കര നന്നായിരുന്നു. ക്ലാരിറ്റി സംഗതീസ് പാടുമ്പോൾ അതൊക്കെ നന്നായിരുന്നു. ഓൺലി ജസ്റ്റ് ഹിയർ ആൻഡ് ദേർ, അവിടെ ഇവിടെ അനുപല്ലവി പാടി വരുമ്പോ ശ്രുതി മാത്രം. ആൻഡ് അത് കഴിഞ്ഞ് വന്ന് വൈശാഖ പൗർണമി കുറച്ച് ഷാർപ്പായിരുന്നു. ചരണത്തില് കെൻ യു ജസ്റ്റ് സിംഗ് ദാറ്റ് ഫസ്റ്റ് ലൈൻ? നോ, സെക്കൻഡ് ചരണല്ലേ? വെള്ളോട്ടു വളയിട്ട വെള്ളിലെ തളിരിന്മേൽ ഇളവേൽ ചന്ദനം ചാർത്തുന്നു. അതാണ്. അതപ്പോ അത് കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിരുന്നു, ബട്ട് യു സാങ് ഇറ്റ് ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. അത് പാടുമ്പോ എന്തൊരു അങ്ങനെ ഗെറ്റിംഗ് ഗൂസ് ബംസ്. കറക്റ്റായി പാടുമ്പോ ഇല്ലേ അത് സുഖം ഭയങ്കരമാണ് ശ്രുതിയോട് കൂടി. പിന്നെ ലാസ്റ്റ് എൻഡിങ് അതെന്താ ക്ലിയർ ആയി വന്നില്ല. അത് ലാസ്റ്റ് എൻഡിങ് പല്ലവി പാടി ഫിനിഷ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഇല്ലേ, കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട്. അത് നിശയുടെ ചേങ്ങിലയോ. ബെറ്റർ മോളെ, സൂപ്പർ. താങ്ക് യു സർ. സോ സ്വീറ്റ്. താങ്ക് യു സർ. ശരത് സർ. മോളെ എന്താ ചിരിക്കുടുക്കേ, മക്കള് നല്ല പാട്ട് കേട്ടോ, നല്ല ഒരു ബ്യൂട്ടിഫുൾ സോങ്. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. മക്കള് നന്നായിട്ട് പാടി. ആ ചേങ്ങില മാത്രം ഒരു സുഖമില്ല. ആദ്യം മുതലേ മോക്ക് ചേങ്ങിലയിൽ ആരോ കൈവശം തന്നെന്നാ തോന്നുന്നു കേട്ടോ. അതങ്ങോട്ട് നന്നാവുന്നില്ല. അതെന്താ അങ്ങനെ? ഒന്ന് കൃത്യമായിട്ട് പാടാവും നമുക്ക്. ഫസ്റ്റ് ചേങ്ങില ഫ്രഷ് ആയിട്ട്. ഓക്കെ, നമ്മൾ പാടി നിർത്തത്തില്ലേ, പല്ലവി പാടി നിർത്തൽ ഐശ്വര്യമായിട്ട് നിർത്തിക്കേ. ഇപ്പോഴും നോക്ക്. മോളെ, അത് ഇപ്പോഴും മോക്കൊരു ഡൗട്ടാണ്, അത് വരുമോ വരില്ലയോ? ആ ഡൗട്ടൊന്നും വേണ്ട. വന്നാ വരട്ടെ, ഇല്ലേ പോട്ടെ, അത്രേ ഉള്ളൂ. കിട്ടിയാ ഊട്ടി. അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പൊ പാടും മോളെ. മോളെ, അത് മനസ്സിൽ മോക്ക് ഇത് പാടുമ്പോ അത് വരാതെ എപ്പോഴോ വരാതിരുന്നിട്ട് അതിന്റെ ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്, മെന്റൽ ബ്ലോക്ക്. അതൊക്കെ എടുത്ത് ദൂരെ കളയാ. കാര്യം ഈ പ്രായത്തിൽ വരും മോളെ. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ മനക്കലെ ഒന്ന് പാടാമോ? മനക്കലെ പറമ്പിലെ ചേമന്തി ചേമന്തി മനക്കലെ അവിടെ കുഴപ്പമില്ല മോളെ. മനക്കലെ പറമ്പിലെ ചേമന്തി. ഗുഡ്. അമ്മോട് നോക്കിയാ മതി കേട്ടോ. മനക്കലേത്താ ആ സാധനം ഹിറ്റ് ചെയ്യാണ്. അത് കുറഞ്ഞു പോകുമ്പോഴാണ് അത് ഒരു വഷളായിട്ടിരിക്കുന്നത്. പിന്നെ കൂജനമോ അതൊന്ന് കൃത്യമാക്കാമോ മോളെ? പാനുപല്ലേ കഴിഞ്ഞിട്ട് വരുന്നത്. ആരോ പാടും ശൃംഗാര പദമോ കോകില കൂജനമോ. അത്രേ ഉള്ളൂ. അത് മെന്റൽ ബ്ലോക്ക് വേണ്ട മക്കളെ. അത് വരും. അത് വരാതെ എവിടെ പോകാനാടാ? അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. ഇപ്പൊ പാടി ചേർന്നിട്ടില്ല ശ്രുതി. അത് കുഴപ്പമില്ല, ഇപ്പൊ മനസ്സിലായല്ലോ കുഞ്ഞു. നല്ല ഫീല്. ഒടുക്കത്തെ ഫീലാ ശ്രുതി ചേർന്നില്ലെങ്കിൽ കേട്ടോ. മോളെ, ആ കസവണി ഒന്ന് പാടാമോ? രണ്ടും പാടിക്കോ. കസവണി മണിക്കച്ച ഞൊറിയുന്നു, കസവണി മണിക്കച്ച ഞൊറിയുന്നു. അതിനൊക്കെ ഒരു പെർഫെക്ഷൻ വേണം കേട്ടോ. അത് മുങ്ങിപ്പോരുത്. അത് ഞൊറിയുന്നു. അത് എപ്പം ഞൊറിഞ്ഞാലും കൃത്യമായിട്ട് ഞൊറിയണം. പെൺകുട്ടിയല്ലേ? അപ്പൊ അത്രേ ഉള്ളു മക്കളെ. പക്ഷെ നല്ല സെലക്ഷൻ. ഇത് ആരാ കുഞ്ഞിനെ സെലക്ട് ചെയ്തത്? മോളായിരിക്കത്തില്ല ഉറപ്പായിട്ട്, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയത്. നല്ല ഉഗ്രം പാട്ട് മക്കളെ, നല്ല സുഖമുള്ള ഒരു പാട്ട്. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പാട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഫൈൻ കറക്റ്റ് ചെയ്യാനാ പറയുന്നത് കേട്ടോ മക്കളെ.
ചക്കരയ്ക്ക് കെട്ടിപ്പിടിച്ചു. താങ്ക് യു ശരത് സാർ. താങ്ക് യു സർ. ഷാനിക്ക ധ്രുവ എന്തോ? മോളെ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ മോള് പാടിയതില്. താങ്ക് യു സർ. ഇത് ആരാ എഴുതിയത്? ഇത് യൂസഫ് അലി കേച്ചേരി സർ. ആ കേച്ചേരി. ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. കുറച്ച് ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ മനക്കയിലെ, അതുപോലെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വൈശാഖ പൗർണമിയോട് കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് വഴുതി. പക്ഷെ മോളെ ഭയങ്കര ഫീലാണ് കേട്ടോ. എന്തിനാ ഇത്രയും മെന്റൽ ബ്ലോക്കും കൊണ്ട് നടക്കണേ? ഇത്രയും മെന്റൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാ ജീവിക്കുക? സോ മെനി ബ്ലോക്സ്. വൈ? You have to wipe out that. എന്നാലേ മോള് മെന്റൽ ബ്ലോക്ക് ഒന്നുമില്ല. എന്നാലേ മോള് നല്ലൊരു പാട്ടുകാരിയാവുള്ളൂ. നമുക്ക് നല്ലൊരു പാട്ടുകാരി ആവണ്ടേ? ആണ്. ആ അപ്പം ഈ മെന്റൽ ബ്ലോക്കും കൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. ഇപ്പൊ ഒരു കമ്പോസർ ഒരു ട്യൂൺ പറഞ്ഞു തന്നു, അത് പാടാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാട്ടുകാരി ആവുമോ? ഒരിക്കലും പറ്റില്ല. ആ അപ്പൊ ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം അങ്ങ് തലേന്ന് അങ്ങ് എടുത്ത് കളയാൻ നമ്മളെ കൊണ്ട് പറ്റും. നേരത്തെ ഇംഗ്ലീഷ് മാഷ് പറഞ്ഞ പോലെ നത്തിങ് ഈസ് ഇംപോസിബിൾ. Everything is possible. Yes, everything is possible. അപ്പൊ ആ മെന്റൽ ബ്ലോക്ക് ഒക്കെ എടുത്ത് കളയാം കേട്ടോ. നല്ല പാട്ടുകാരിയാണ്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അല്ലാതെ ചിലർ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ, പിന്നെ ആ ടൈലന്റ് ലൈനും അതെന്താ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. തിരുവാമോൾ എന്തോ? ഇനി മാർക്സ്. ഓക്കെ ശരത് സാർ. മകളെ ചക്കരെ എന്തോ? മുത്തേ 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഉണ്ണി സാർ. ഓക്കെ ഷാനിക്ക. ഞാൻ ആ ഫീലിന് ഒരു 0.5 കൂടെ ഒന്ന് തരും. കൂട്ടിത്തരുന്നു. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ടോട്ടൽ 16.5 മാർക്സ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.